അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ വൺസ് ഈ സിറ്റുവേഷൻ എല്ലാം ഈ MRCയുടെ സ്പ്ലിറ്റപ്പ് ഒക്കെ വന്നപ്പോഴത്തേക്കിന് ഇവർ എൻ്റെ വീട്ടിൽ കാണാൻ വന്നപ്പോഴത്തേക്കിന് ഞാൻ അന്നും എന്നോട് TVയിലെ മെമ്പേഴ്സ് അടക്കം എല്ലാവരും പറഞ്ഞ് ഒരു കാര്യമാണ്, എന്താ ഇവനെ നമ്പല്ലേ ഇവനെ നമ്പരുത്, ഇവനെ നമ്പിയ പ്രശ്നമാണ്, ഇവനെ നമ്പിയ ഇതാണ് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സൗണ്ട് ലോ ആണ്. എൻ്റെ സൗണ്ട് ലോ ആണോ? ഇവിടെ ഓക്കെ ആണോ? പക്ഷേ ഇവിടെ ഓക്കെ സൗണ്ട് ലോ ആണ് എൻ്റെ. അല്ലല്ലോ, ഫുള്ളാണല്ലോ. ഇല്ല സീനൊന്നുമില്ല. ഞാൻ അപ്പം എന്നോട് നമ്പരുത് എന്ന് ഇപ്പം കറക്റ്റ് ആയില്ലേ? ഇപ്പം ഓക്കെ അല്ലേ? നമ്പരുതെന്ന് പറഞ്ഞ് ഞാൻ അന്നേരവും കേട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞും വൈഫും ഒക്കെ ഉള്ള ഒരു സ്പേസിൽ പോലും ഇവന്മാരെ ഇത്രയും പേരെ രാത്രി 2 മണിക്കും 1 മണിക്കും 3 മണിക്കും ഒക്കെ എൻ്റെ വീട്ടിൽ വന്നിരുന്ന് ഞാൻ സംസാരിച്ച് കേൾക്കാൻ തയ്യാറായിട്ടുള്ള ആളാണ്. നീയൊക്കെ പറയണത് പോലെ മറ്റേ എക്സ്ട്രീം റൈവലറിയൊക്കെ മൈൻഡിൽ കീപ്പ് ചെയ്യുന്ന ഒരുത്തനാണ് ഞാനെങ്കിൽ എൻ്റെ സ്വന്തം വീട്ടിലൊന്നും ഞാനത് ഒരിക്കലും ചെയ്യത്തില്ല. മനസ്സിലായോ? ഞാൻ അങ്ങനെ വന്നോണ്ടിരുന്ന കാര്യം. അന്ന് വരുമ്പോഴെല്ലാം ഓരോരോ കഥകൾ ഇങ്ങനെ ഈ ഇറങ്ങി VH പോയ ആൾക്കാരുടെ അടുത്ത് ഉള്ള കഥകൾ പറയും, മറ്റേ അവരുടെ കഥകൾ പറയും, ഇത് പറയും, ഇതല്ല. ഞാൻ എന്നിട്ടും പറഞ്ഞു നിങ്ങൾ ഈ സെയിം മിസ്റ്റേക്ക് കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച ഒരാളാണ് ഞാൻ. ഇത് കഴിഞ്ഞപ്പം ഈ T47 സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് ഏകദേശം കാര്യങ്ങൾ വീണ്ടും ശരിയായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ബ്രാവോയെ വിളിച്ചപ്പം ബ്രാവോയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നോട് കോളിൽ ആഡ് ചെയ്തപ്പം ഞാൻ എൻ്റെ കാര്യം ട്രാൻസ്പെറൻറ്റ്, ഞാൻ നിങ്ങളോട് പബ്ലിക്കലി പറയാറുള്ളത് പോലെ ഈ ദാമുനെയൊക്കെ ആഡ് ചെയ്താൽ പിന്നീട് ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഈ സെയിം സാധനം തന്നെ ഞാൻ അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു മാറ്റമില്ല അതിൽ. എനിക്ക് പറയാൻ ഒരു മടിയില്ല, സത്യമാണല്ലോ അത്. എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ ഒരു 10 പേരുള്ള ഒരു പാക്കേജ് ഉണ്ട്, ഒരു ബണ്ടിൽ വിൽക്കാനുണ്ട്, നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞ് പുള്ളി നമ്മുടെ അടുത്തോട്ട് വന്ന് ഈ ബണ്ടിൽ എടുക്കാൻ പറ്റുമെങ്കിൽ കാസ്ട്രോയുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കാവോ, തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചെടുക്കും. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഈ അസൻസിയോട് അപരാധം, ഇതെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ സംഭവിച്ചപ്പോഴത്തേക്കിന് ഞങ്ങൾ നമ്മുടേതായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പുള്ളി മറ്റേ ഈഗോ എന്ന് പറഞ്ഞത് KVയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈഗോ എന്ന് പറഞ്ഞത്, അല്ലാതെ എന്നെ അല്ലെന്നുള്ളൊരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും KVയ്ക്കകത്തുനിന്ന് പ്ലേയേഴ്സിനെ എടുത്തിട്ട് നമ്മളോട് ഒരു നാണം ഇല്ലാതെ വന്ന് തിരിച്ച് ചോദിക്കുക ഇവരെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന്. എന്നിട്ട് ഇവർക്ക് വേണ്ടി സംസാരിച്ചത് ഈ ദിഗോടും ഫ്ലഫിയാന്ന് തോന്നുന്നു. ഫ്ലഫി ഇവർ രണ്ടുപേരോടാന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും സംസാരിച്ച് ഗ്യാങ്ങിൽ നിന്ന് ഇറക്കിപ്പിച്ച് മറ്റേ ഇതെല്ലാം ചെയ്തിട്ട് ഒരു നാണം ഇല്ലാതെ പറയാം 10 സ്ലോട്ട് ചോദിച്ച് 10 സ്ലോട്ട് നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല. അവർ ലീഡർ പൊസിഷനും ചോദിക്കുന്നുണ്ട്, വരുന്നവനെ പിടിച്ച് എങ്ങനെ ലീഡർ ആക്കുമെന്ന്. ഇന്ന് കയറി വന്നവനെ പിടിച്ച് എങ്ങനെ ലീഡർ ആക്കും, അത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും, അതുകൊണ്ട് നമുക്കിതുവരെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടം വരെ ഞാൻ പറയുകയാണ്. ഇവിടം വരെ പിന്നെ ഓക്കെ ആയിരുന്നു, ഒരു പ്രശ്നമില്ല, നമ്മൾ ഓൺലൈനിലൊന്നും സംസാരിക്കുന്നില്ല, ഓക്കെ, നമ്മൾ അങ്ങനെ വിട്ട് ഇതായി. പക്ഷേ ഈ സെയിം ഡേയിൽ അസൻസിയോ എന്ന് പറയുന്നവൻ എവിടെ നിന്ന് ഇറങ്ങി അവിടെ പോയി അപരാധം പറഞ്ഞു തുടങ്ങിയിടം തൊട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ അസൻസിയോ അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോഴത്തേക്കിന് ഇവരുടെ ഉള്ളിൽ T47 നടക്കുന്ന പ്ലാനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാവർക്കും കാര്യങ്ങൾ ബോധമായി തുടങ്ങിയപ്പോഴത്തേക്കിനാണ് ഈ സിറ്റുവേഷൻ ട്രിഗർ ആവുന്ന കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞു വരുവാണേ, തോക്കിനകത്ത് കയറി വെക്കരുത്. എന്നിട്ട് ഇതെല്ലാം ഓക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇവന്മാർക്ക് ഇവിടെ 6/7 ഗ്യാങ് ആയില്ല. പോയിന്റ് കുറവായത് കാരണം ഗ്യാങ് ആയില്ല. ഗ്യാങ് ആവാതായപ്പോഴത്തേക്കിന് ഇവൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഡ്രാമ ഇറക്കി എന്നെ ഒരു വെളുപ്പിനെ 3 മണിക്കൊക്കെ വിളിച്ചിരുന്ന് ഞാനിങ്ങനെ പൊട്ടനെ പോലെ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. നിങ്ങൾ എന്നിട്ട് ഗൈസ് എന്നോടും ബ്രാവോടും ഒരു ഉളുപ്പും ഇല്ലാതെ വന്ന് സമ്മതിക്കുവാണേ. ഈകളെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കുമല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ഈഗിളിനെ ഞാൻ നല്ല രീതിയിൽ അപരാധിച്ചിട്ടുണ്ട്. അത് MRCയെ ടോപ്പിൽ എത്തിക്കണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തിൻ്റെ പേരിലാണ് നമ്മൾ അപരാധിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു MRC ടോപ്പിലെത്തിക്കാൻ എന്നെ എന്തിനാണ് അപരാധിക്കുന്നത് ഷെയ്ക്ക്? ഞാൻ പറയാം അങ്ങനെയല്ലല്ലോ, ഷെയ്ക്കിളിന് അറിയാമല്ലോ, അതെല്ലാം ഇവന്മാരുടെ റെക്കോർഡുണ്ട്. എൻ്റെ അടുത്ത് ഒരു പറയാം, മറ്റേ ഞാൻ പറഞ്ഞില്ലേ നിക്കറി തൂറിയിരിക്കുന്നവനെ അപ്പിയെ ചോട്ടിനെ കളിയാക്കുക എന്ന് പറയത്തില്ലേ, പറയാം ഇവന്മാരൊരു കുണ്ണയാണ്, ഇവന്മാരെല്ലാം റെക്കോർഡ് ചെയ്യും. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഗൈസ് ഇവ ഒരു മണ്ടനാ ഗൈസ്, ഇവനൊരു ഇവന് ബുദ്ധിയില്ല. അതെന്താന്ന് കാര്യം പറയട്ടെ, അതെന്താന്ന് MRCയിൽ നിൽക്കുമ്പം, അതായത് MRC നിൽക്കുന്ന സമയത്ത് തൊപ്പിയുള്ളപ്പം KVയുടെ VC പോയിരുന്നിട്ട് തൊപ്പി അപരാധിച്ച് KVയുടെ VC പോയിരുന്നു ഗൈസ്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യം. ബ്രാവോ ഉണ്ടോ?
ബ്രാവോ കഴിക്കാൻ പോയേക്കുവാമോ? ആ അതുകൊണ്ട് പറഞ്ഞു. MRCയെ പോയിരുന്ന് MRCയുടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് MRC കളിച്ച തൊപ്പി ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നേരെ പോയിട്ട് തൊപ്പി അവിടെയിട്ട് അവരാധിച്ച് അതിൻ്റെ ക്ലിപ്പ് KVയുടെ എല്ലാ ആൾക്കാരുടെയും കയ്യിലുണ്ട്. KVയുടെ എല്ലാ ആൾക്കാരുടെ കയ്യിൽ അതിൻ്റെ ക്ലിപ്പുണ്ട്. ഇത് ഞാൻ ഇവിടെ വലിച്ചോണ്ട് കാണിക്കുന്നില്ല, ഞാൻ അവിടെ തൊട്ട് പറയുവാണ്. ഇതാണ് മെയിൻ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം. അതായത് ഈ പുള്ളി ഓഫ്ലൈനിൽ പോയിട്ട് ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ പറയല്ലേ, പുള്ളി ലൈവ് വന്നിട്ട് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. നമ്മൾ ലൈവ് പ്ലേ ചെയ്ത സമയത്ത് നമ്മൾ ഇവനോടുള്ള കമ്പനിയുടെ പുറത്ത്, ഇവനോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഇതൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത്. എന്നിട്ടുണ്ടല്ലോ ഈ പുള്ളി ഇവിടുന്ന് അറിയുന്നത് അവിടെ പോയി പറയാം, അവിടുന്ന് അറിയുന്നത് ഇവിടെ പോയി പറയും. പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ നോക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്ന 20 പേർക്ക് അറിയാം. ആര് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് പറഞ്ഞു, വേറെ ആര് പറയാൻ. ഇതൊരു സമയമായപ്പോഴത്തേക്കിന് ലൂപ്പായി, മനസ്സിലായി? ഇത് ക്ലാസ് ലൂപ്പ്. നിങ്ങൾ ഗൈസ് നമ്മളെ രഹസ്യം എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ മനസ്സിൽ തന്നെ കീപ്പ് ചെയ്യുന്ന സാധനം 10 പേര് നമ്മളോട് പറയും. ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ലാസ്റ്റ് നമുക്ക് ഭ്രാന്തായി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ 667 ഗ്യാങ് ആവത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇതിനകത്തുനിന്ന് ഈ ഞാഞ്ഞൂലോടക്കം ലൈവിലിരുന്ന് വാ പൊക്കി തുടങ്ങി. ഇത് നമ്മൾ കാരണമാണ് ഇവന്മാർക്ക് അതും ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇവൻ്റെ മറ്റേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റേ കൊച്ചു ഗുണ്ടകൾ ഇങ്ങനെ ഇരുന്ന് ഗ്രൂപ്പിലും കമൻറ്റ് സെക്ഷനിലും പബ്ലിക്കായിട്ട് എല്ലായിടത്തും ഇരുന്ന് ഇങ്ങനെ ഞാൻ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇതായത് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോൾ ഇന്ന് അവനൊരു കണ്ടി ഒരു കോൾ റെക്കോർഡിങ് കാണിച്ചില്ലായിരുന്നോ നിങ്ങളെ? വെയിറ്റ് ചെയ്യിക്കില്ല, ആ കോൾ റെക്കോർഡിങ്ങിൻ്റെ ബാക്കി എൻ്റെ ഉണ്ട്. അത് മൊത്തം കാണിക്കുമ്പോൾ മൊത്തം കാണിക്കണ്ടേ ഷേക്കേ? വെയിറ്റ് ചെയ്യേ, കാണിക്കുമ്പോൾ മൊത്തം കേൾപ്പിക്കണ്ടേ? എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ള കാര്യം നമുക്ക് മൊത്തം കുത്തി കേൾപ്പിച്ചാലോ? നോയ്സ് സപ്രഷൻ ഓഫാണ്, ഞാൻ കേൾപ്പിക്കാം. വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്ക് കേൾക്കാമെന്ന് പറയണേ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവിടെ നടക്കുന്നത് അവിടെ നടന്നാണ്, മനസ്സിലായോ? കൊച്ചാപ്പി വിളിച്ചു. ഇതവൻ എന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യമാണ്. ഇത് സ്വന്തമായിട്ട് വന്നിട്ട് ഗ്യാങ് ഇട്ടിട്ട് കളിക്കാൻ കളിക്കണ്ട ഇവന്മാർക്ക്. ഞാൻ എടുക്കട്ടെ. എന്താ ചെയ്യണ്ട ബ്രാവോ? എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞാണ്. ഉമ്മാരെടുത്ത് കളിപ്പിച്ച ഒന്നെങ്കിൽ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വാക്കും കൊടുത്തത് അറക്റ്റ് ചെയ്തൊക്കെ പാടെ എനിക്ക് അതൊക്കെയാണ് ആലോചിച്ചിട്ട് വാക്ക് കൊടുത്ത് ഇറങ്ങിയ സമയത്ത് ഷെയ്ക്കിന് ഇപ്പൊ അറിയാതെ ഇത്രയും കാര്യങ്ങൾ അറിയാമോ? ഇല്ല. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും അവന്മാരെടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എന്നെ എക്സ്പ്രസ് ചെയ്ത് അല്ലല്ലല്ല മനസ്സിലല്ലേ എങ്ങനെ ഓപ്പർച്യൂണിറ്റി ഇവിടെ വിളിച്ചിട്ട് അമ്മാരെ ഇറക്കിയിട്ട് ഈ സാധനം കഴിഞ്ഞ് ഇവിടെ എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അമ്മാരിങ്ങനെ ഒന്നെങ്കിൽ വിട്ട് കണ്ടല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഓപിച്ചു എന്നുള്ള സാധനം വരൂലേ? അതെന്താ ഇവൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം കേസ്. എന്താ ഇവൻ പറയണെന്ന് പറയാം. ഇവൻ പറയണ എന്താന്ന് പറഞ്ഞാൽ, അതായത് ഇവൻ വന്ന് ചോദിക്കുക ഇവൻ്റെ ഗ്യാങ്ങിൽ ആരെ എടുക്കണമെന്ന് നമ്മളോടാ ചോദിക്കുന്നത്. ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഈ സാധനമാണ് ഞങ്ങൾക്ക് പറയാനുള്ള കേസ്. ഇവൻ എന്തെങ്കിലും ഗ്യാങ്ങിൽ തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ ഇവൻ എടുത്തോ, ഞങ്ങളോട് എന്തിനാ വന്ന് പറയണേ? ഇവൻ എന്തിന് നമ്മുടെ തീരുമാനം അനുസരിച്ച് ഇവൻ്റെ ഗ്യാങ് പണിയണം? അതെൻ്റെ ചോദ്യം. എന്നിട്ട് ഓൺലൈൻ വരുമ്പം ഇവൻ മറ്റേ മുട്ടൻ അതായത് ഭയങ്കര മാസടി. ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മളോട് വന്ന് 100 സജഷൻ കൊടുക്കും. നമ്മൾ അന്നേരം അത് ചെയ്യരുത് ഇത് ചെയ്യുമെന്ന് പറയുന്നത് തലയിലാക്കി തരും ലാസ്റ്റ് ഞങ്ങളുടെ. ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു. ഇവൻ എന്തിനകത്ത് പറയുന്നതെന്നറിയോ? ഞങ്ങൾ അവനെ ഇറക്കിയും പോയി, ഇവന്മാർക്ക് ഇനി ചാൻസ് കൊടുത്തില്ലെങ്കിൽ ഈ അച്ചി പറയുകയാണേ ഗൈസ് എൻ്റെ അടുത്ത്. ഞാൻ പറയാ, നമുക്കൊരു ഗ്യാങ് ബിൽഡ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലേ ഗൈസ്? അതായത് നമ്മളെ ആരും അടിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു നല്ല ടീം ബിൽഡ് ചെയ്യാമെന്ന്. ഇവൻ വന്ന് നമ്മളോട് പറയുവാണേ, എടാ എൻ്റെ പേടി ഇതല്ല, T47 സ്ലോട്ട് കൊടുത്തില്ലെങ്കിൽ ഇവന്മാർ ഗ്യാങ് ആയിട്ട് വന്ന് ഞങ്ങളെ അടിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന്. അതൊക്കെയാണ് ഇവൻ്റെ കൺസേൺ, മനസ്സിലായ? ഇവൻ്റെ കൺസേണും ഇവൻ്റെ പേടി അതൊക്കെയാണ്. ഇതാണ് അന്ന് വെളുപ്പിനെ വരെ ഞങ്ങളുടെ അടുത്ത് ഇരുന്ന് VC-യിലിരുന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന വാണം, മനസ്സിലായ? ഇതാണ് ഇവൻ ഈ ക്ലാസ് അമ്പി എന്ന് പറയുന്നത്. ഇവന് ഇതിനാണ് ഗൈസ്. നമുക്കൊരാൾ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, നമുക്കൊരാൾ നമ്മുടെ അടുത്ത് നേരെ വന്നിട്ട് എടാ നിന്നെ എനിക്ക് ഇഷ്ടമല്ല, പ്രശ്നമാണ്, നിൻ്റെ അടുത്ത് പ്രശ്നമാണ്, അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് ഇതാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ദേഷ്യവും വിഷമവും വരത്തില്ല. ഇതങ്ങനെയല്ല.
ലൈവ് ഇരുന്ന് മാസം. എന്നിട്ട് ഞാൻ ചോദിച്ചു ഷെയ്ക്ക് ലൈവ് വരുമ്പോൾ എന്താണ് സ്വഭാവം മാറുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുവാണ്. പുള്ളി എൻ്റെ അടുത്ത് റിപ്ലൈ പറഞ്ഞ ഇതാണേ, അതെന്താണെന്ന് വെച്ചാൽ ഈകളെ എൻ്റെ ഓഡിയൻസ് കൂടുതലും തൊപ്പിയുടെ ഈ മാസ് കണ്ട് വളർന്ന ഓഡിയൻസാണ്. അവരുടെ അടുത്ത് എനിക്ക് അവരുടെ അടുത്ത് താന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. താന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈഗിളിനെ താങ്ങുന്നു എന്നുള്ളൊരു രീതിയായി പോവും. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആക്ട് ചെയ്യുന്നതാ, അല്ലാതെ വേറൊന്നും വിചാരിക്കരുതെന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ് ഇവൻ. സീരിയസ് ആയിട്ട് ഞാൻ പറയാം ഗൈസ്. എന്നിട്ടും ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ, ഇവരെന്തെന്ന് വെച്ചാൽ ചെയ്യട്ടെ, മിണ്ടാതെ ഞാൻ കേൾക്കുന്നെങ്കിൽ കേൾക്കാം, ചെവി കൊടുത്ത് വെച്ചേക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് മിണ്ടാതിരുന്ന്. എന്നിട്ട് ഓരോ വട്ടവും ഈ പറയണത് പോലെ വോയിസ് ഫുള്ള് ചിലപ്പോൾ അല്ലെങ്കിൽ അവന്മാർ കൺവേർട്ട് ആക്കും. എടാ ഇല്ല, ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളൂടെ പറയുന്നുണ്ട് ബ്രോ. അതായത് ഇതിനകത്ത് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ കേൾപ്പിക്കാത്തത്. ഇവൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണെങ്കിൽ ഞാനിത് ഇതാക്കിക്കാം, ഞാനിത് പ്ലേ ചെയ്ത് കാണിക്കാം മൊത്തത്തിൽ. മനസ്സിലായി? ഇതാണ് ഇവൻ. ഇവനോട് എൻ്റെ അടുത്ത് മൾട്ടിപ്പിൾ ടൈംസ് ഇതെന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കുമ്പം ഞങ്ങൾ തമ്മിൽ ഒരു വട്ടം അല്ലല്ലോ, മൾട്ടിപ്പിൾ ടൈംസ് ക്ലാസ് ആയിട്ടില്ലേ, പിന്നെയും ഞങ്ങൾ എങ്ങനെ കമ്പനി ആണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഷെയ്ക്കുമായിട്ട് ഞാനിപ്പോൾ എത്രാമത്തെ തൊട്ടാ സീനാവുന്നേ? നിങ്ങളെന്നാലും ആലോചിച്ച് നോക്ക്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ സാധാരണ പ്രശ്നം വന്നാൽ ഇവനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാൻ പോകാത്തതാ. ഇത് എന്നെ ഓഫ്ലൈനിൽ വിളിച്ചിരുന്ന് എന്നെ ഇമ്പ്രസ് ചെയ്യുന്നതാ. ഞാനാണെങ്കിൽ ഇതിനകത്ത് ഇമ്പ്രസ് ആയേം പോവും. കാരണം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് വിഷമം പറയും, ഭയങ്കര ഇത് പറയും അത് പറയും, പിന്നെ അവന്മാർ ഓസി പറയുക, ഇത് പറയുക, എൻ്റെ കുറേ ക്ലിപ്പുകളുണ്ട് അവരുടെ കയ്യിൽ, MRC-കാരുടെ കയ്യിൽ. ഇപ്പം മറ്റേ VH-ൻ്റെ കയ്യിൽ എൻ്റെ കുറേ ക്ലിപ്പുണ്ട്. ഇതൊക്കെ ആയിട്ട് വരും. പിന്നെ ഇനി അടുത്ത ഞങ്ങളുടെ പേടി എന്ന് പറഞ്ഞാൽ തൊപ്പി ഇതെല്ലാം കഴിഞ്ഞ് ലൈവ് വന്നിട്ട് വീണ്ടും അപരാധിച്ചു തുടങ്ങും ഞങ്ങളെ. അന്നേരത്തേക്കിന് ഞങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കി വെക്കണം. ഇതെന്നോട് ഇവൻ പറഞ്ഞ കാര്യം അല്ലെന്ന് ഇവൻ പറയട്ടെ. അല്ലെന്ന് പറയട്ടെ. ഇവൻ നമ്മളോട് വന്ന് പറഞ്ഞാൽ തൊപ്പി വന്ന് നമുക്കൊരു വെറുതെ ഹെയ്റ്റ് തരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓഡിയൻസിന് ഒരു കുറച്ച് ഡൈഹാർഡായിട്ടുള്ള ഓഡിയൻസിനെ നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. ഇന്നെല്ലാം ഇരുന്ന് പറഞ്ഞ് ഞാൻ ഇതൊക്കെ കേട്ട് ബ്രെയിൻ ഡെഡായി സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ എന്നിട്ട് വിചാരിച്ചാൽ ഓക്കെ സംസാരിക്കാൻ പോകണ്ട. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഈ RSS7 ഗ്യാങ് ആവാത്തതിൻ്റെ കാര്യത്തിനകത്ത് എന്നെ വലിച്ചിട്ട് ഈ അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് കുറേ ഇത്തിൽ കണ്ണികളല്ലേ ഇപ്പോൾ ഇവന്മാർ റിപ്ലൈ കൊടുത്തത്. ഈ ഇത്തിൽ കണ്ണികൾ ഇരുന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരെ കുറച്ച് ദിവസമായിട്ട് ഈ പറയണതുപോലെ അൺനെസസറി ആയിട്ട് മോക്ക് ചെയ്യുന്നതിനും പറയുന്നതിനുമാണ് ഇപ്പം ഇന്നലത്തെ ലൈവിൽ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ആ സിറ്റുവേഷനിൽ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. മനസ്സിലായ? അതാണ് കാര്യം. നിങ്ങൾക്ക് എന്തിൻ്റെ പ്രൂഫാണ് ഇപ്പം ഞാൻ കേൾപ്പിച്ച ഓഡിയോ എന്ന് പറയുന്നത്? ഇത് T47 പറ്റി പറയുന്നതിന് ഇവൻ കേൾപ്പിച്ച ഓഡിയോയുടെയൊക്കെ ഇവൻ്റെ ലൈവ് ഞാൻ ചോദിക്കട്ടെ, ഇവൻ്റെ ലൈവ് പ്ലേ ചെയ്ത് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും. സീരിയസ് ആയിട്ട്. ഇവൻ കാരണം എന്നെ അമ്മാതിരി വിളിച്ചിട്ടുണ്ട് അതിനകത്തിരുന്ന്. അതുകൊണ്ട് അതിന് ഞാൻ പറയാനിരുന്നാൽ ഞാൻ ചിലപ്പോൾ അതേപോലെ ഞാൻ ഇരുന്ന് വിളിച്ചു പോകും. ഞാൻ തന്നൊരു ഇത് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ ലൈവ് പ്ലേ ചെയ്യാത്തത്. ഞാൻ അതുകൊണ്ടാണ്. എൻ്റെ ഇവനിപ്പോൾ കേൾപ്പിച്ച ഈ ഓഡിയോക്കകത്ത് ബാക്കിയുള്ളത് ഇതെല്ലാം കൂടി ഇതാക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ്. ഫേസ് ക്യാം കുറച്ച് വലുതാക്കിക്കോട്ടെ. ഇത് കണ്ടോ? ഇതിനകത്ത് ഓരോ ഓഡിയോ ഇതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ നോക്കിയാൽ മതി. 27 മിനിറ്റ്, ഇത് 27 ഫോക്കസ് ആവും. 27 മിനിറ്റ്, 22 മിനിറ്റ്, 8 മിനിറ്റ് 52 സെക്കൻഡും 3 മിനിറ്റ് 19, 21. ഇത്രയും ഇതിൽ ഞാൻ പറയാം ഗൈസ്. ഇത് ഞാൻ മൊത്തത്തിൽ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പല ആൾക്കാരെയും പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത് ഒരാളെ പറ്റി മാത്രമല്ല, ഇവരുമായിട്ട് പ്രശ്നമുള്ളതും പിന്നെ നമുക്ക് ഡ്രാഗ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ അടുത്തും സംസാരിക്കണ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ അവനിന്ന് വന്നപ്പോൾ ടൈം സ്റ്റാമ്പൊക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് പ്ലാൻ ചെയ്താൽ വന്നത്. എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇതാണ് ഇവൻ ഓഫ്ലൈനിലുള്ള ഇവൻ. അതാണ് ഓഫ്ലൈനിലുള്ള ഇവൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇവൻ ഈ ഓഫ്ലൈനിൽ കളിച്ച അമ്പിയാണ് നിങ്ങൾ ഇന്ന് കണ്ട സ്ക്രീനിൽ കണ്ട ഇവൻ ശരിക്കും ഉള്ളത്. മനസ്സിലായ? ഇപ്പം പോലും എൻ്റെ അടുത്തുനിന്ന് എൻ്റെ വൈഫടക്കം വിളിച്ച് പറഞ്ഞാൽ നീ ഇതേപോലെ തിരിച്ച് വിളിച്ച് സംസാരിക്കണേ, നമ്മളത് നിർത്തിയത് അതാണെന്നുള്ളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ആ ട്രാക്കിലിരുന്ന് വിളിക്കാത്തത്. അല്ലാതെ നിന്നെയൊക്കെ പേടിച്ചിട്ടോ നിൻ്റെയൊക്കെ വെല്ലണ്ണനെ പേടിച്ചിട്ടില്ല. നീയൊക്കെ ഭീഷണിപ്പെടുത്തിയ സമയത്ത് പിന്നെയാണ് നിന്നെ പോലത്തെ ഇത്തിൽ കണ്ടികളെ പേടിക്കണം ഞാൻ. നിന്നെയൊക്കെ നിന്റെ മറ്റേ ഈ ഞണ്ണാവണ്ണ ഭീഷണി ഇതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ഇതൊക്കെ നിന്റെ കയ്യിൽ. മനസ്സിലായ? നിന്റെ കൂട്ടിരുന്ന് തിരിച്ച് വിളിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല. അത് ആ സംഭവം വന്നപ്പോൾ നീയൊക്കെ പേടിച്ച് മുള്ളിയല്ലോ. എന്നിട്ട് ഇപ്പം മറന്നുപോയോ? എല്ലാം മറന്നുപോയോ? നീയൊക്കെ എന്തിനൊക്കെ എൻ്റെ അടുത്ത് ഓഫ്ലൈനിൽ വന്നിട്ടുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഇതിനകത്തോട്ട് ഓസി ഡ്രാഗ് ചെയ്യാത്തത്
ഞാൻ നിന്നോടൊക്കെ ഉള്ളൊരു ഒരു ലാസ്റ്റ് കൺസിഡറേഷൻ ആയിട്ട് വെച്ചേക്കുക. ഞാൻ സീരിയസ് ആയിട്ട് പറയുക, നിനക്കൊന്നും ഒരു അണ്ടിയും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് ഷെയ്ഖേ. മര്യാദയ്ക്ക് ഞാൻ പറയുക, ഇത് ഇവിടെ നിർത്തി നീ നിന്റെ മറ്റേ അണ്ടി ഗാങ്ങോ ഗുണ്ടഗാങ്ങോ എന്തോ വെച്ച് കളിച്ചോണ്ടിരി. ഇതിന്റെ അപ്പുറത്തോട്ട് എന്നെ കൊണ്ട് പറയിക്കരുത്. എന്നിട്ട് ഇന്ന് നീ മാക്കിനെ വെച്ച് വിക്ടിം കാർഡ് ഇറക്കിയല്ലോ. മാക്കിനെ എന്ത് ഇതാക്കുന്ന മാക്കിനെ അയച്ച മെസ്സേജ് നീ കാണിച്ചായിരുന്നോ? ഞാൻ എന്നാൽ കാണിച്ചു കൊടുക്കാം. ഞാൻ മാക്കിനെ അയച്ച മെസ്സേജ് എന്താ? ഞാൻ ഇത്രയാണ് പറഞ്ഞത് മാക്കിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ആ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പറഞ്ഞു, ഈ കുണ്ണയുടെ മാസടി ലൈവ് ഇട്ട് തന്നെ റിപ്ലൈ പറയും. ഞാനൊന്നും കൺട്രോൾ ചെയ്യില്ല, ഞാൻ എല്ലാം പറയും. അന്നേരം എന്നെ തിരിച്ച് വിളിച്ച് ഞാൻ എടുത്തില്ല. അതിനി എന്ത് കാര്യമാണേലും, ഇനി നിൻ്റെ കാര്യമാണെങ്കിലും ഇവൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ ഫാമിലിയെ മൊത്തം ഡ്രാഗ് ആക്കിക്കൊണ്ടിരിക്കുക ഗ്രൂപ്പിൽ. അല്ലാതെ അത് ഭീഷണിയൊന്നുമല്ല. നീ പറഞ്ഞ കാര്യം അതേപോലെ പറഞ്ഞതാ. പിന്നെ വീട്ടിൽ കയറി അടിക്കും മറ്റേ പറിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. നിൻ്റെ മറ്റേ 10ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 10 കൊലവാണങ്ങൾ എൻ്റെ കാല് നോക്കി കരഞ്ഞിട്ടുണ്ട്. ഇന്ന് പോലും കേൾക്കണം നിനക്ക്. ഇന്ന് കേൾക്കണം. നിൻ്റെയൊക്കെ ഗ്രൂപ്പിലും മറ്റേ മെയിൻ നിൻ്റെ ഗ്രൂപ്പിൽ മറ്റേ 50 വോയിസ് മെസ്സേജ് അയക്കണ അവനൊക്കെ ഇല്ല. അവനൊക്കെ എൻ്റെ കാല് പിടിച്ച് നിന്നിരുന്ന് കരഞ്ഞായിരുന്നു. മനസ്സിലായോ? അതേപോലത്തെ കുറേ അവന്മാരുണ്ട്. അവന്മാരെ ഞാൻ വീട്ടിൽ പോയി തന്നെ അടിക്കും. ഇനി ഇമാതിരി തന്തലാഴിയോ എൻ്റെ കുടുംബത്തെ പറ്റി എൻ്റെ തന്തലാഴി എൻ്റെ ഇൻബോക്സിൽ ഒന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി അടിക്കുന്നതിൽ ഒരു സംശയമില്ല. എനിക്കൊരു പേടിയില്ല കൂട്ടത്തിൽ. ഞാൻ കേൾപ്പിച്ചു തരാം നിനക്ക്. അവിടുന്ന് വോയിച്ചിട്ട് അപ്പൊ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് അയച്ചു സോറി, ഞാൻ എന്റെ ഗ്രൂപ്പിൽ ലെഫ്റ്റ് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇവൻ്റെ നമ്പർ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല. ഫേസ് ക്യാമിൽ എന്തായാലും നമ്പർ കാണും. വെയിറ്റ്. ഈകളെ സോറി എന്ന് പറഞ്ഞാൽ എന്നെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നല്ല കുറേ ഉണ്ട്. ഇത് കണ്ട കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഈകളെ സോറി എന്ന് പറഞ്ഞ് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക എന്നെ. ഇങ്ങനത്തെ കുറെ കൊച്ചു ഫുണ്ടുകൾ മാത്രമാണ്. ഇവന്മാരുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് മറ്റേ നിനക്ക് മറ്റേ ഇത് പറയുമ്പോൾ ഇങ്ങനത്തെ ഉള്ളവന്മാരെ ഞാൻ പിടിച്ച് ഉമ്മ വെക്കാടാ. നീ ഒരു കാര്യം ചെയ്യും, നീ പോയി വീട്ടിൽ ചെന്നിട്ട് ഇതുപോലത്തെ നിന്റെ ഈ 10 മറ്റേ കൊച്ചു ഫുണ്ടുകളെ നീ വീട്ടിൽ വളർത്തിയിട്ട് അവന്മാർക്ക് രാവിലെ സെർലാക്കം കലക്കി കൊടുത്തിട്ട് നിന്നെ അച്ചാന്ന് വിളിക്കാൻ പറയടാ. ഷെയ്ക്ക് വേണമേ. അവൻ്റെ വർത്താനം, അവൻ്റെ ഭീഷണിയൊക്കെ. ബ്രാവോ, ഇവന്മാരുടെ ഗ്യാങ് ഒന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കും ബ്രാവോ. അവന്മാരുടെ കരച്ചിൽ അങ്ങനെങ്കിലും തീരട്ടെ. അവന്മാരുടെ കരച്ചിൽ അവന്മാർക്ക് കൊടുക്ക. അല്ലെങ്കിൽ ഈ കൊച്ചു പിള്ളേരുടെ മറ്റേ പ്രാക്ക് കിട്ടും തലയ്ക്ക്. ഞാനത് ഓൾറെഡി പറഞ്ഞ ഗ്യാങ്സിലോട്ട് 29 ആകുമ്പോ ഓപ്പൺ ആക്കി കൊടുക്കാം എന്നുള്ള കാര്യം. പക്ഷെ ഗ്യാങ് ഇപ്പൊ 30 ഉണ്ട്. 29 ആവട്ടെ അല്ലെങ്കിൽ 28 ആവട്ടെ. ലൈവില് 28 എന്നാ പറഞ്ഞത്. പക്ഷെ ഷെയ്ഖിന്റെ ഞാൻ പറഞ്ഞായിരുന്നു 29 ആകുമ്പോ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ. ഞാൻ കുറെ കമന്റ് ഇതൊക്കെ കാണാറുണ്ട് ഗൈസ്. ഇത് പറയണേ, നമ്മൾ ഈ സിറ്റിയിൽ നിന്ന് പോയാൽ ഈ KVM TVM പിന്നെ കുറച്ച് അഡ്മിൻസും മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സിറ്റിയിലെന്ന്. എടാ, നീയൊക്കെ വേറൊരു സെർവറിൽ പോയാൽ നീയും അവിടുത്തെ അഡ്മിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. പിന്നെ നിന്റെയൊക്കെ കൂട്ടത്തിലുള്ളവന്മാരെ അവരാഴ്ച വെച്ചിരിക്കുന്ന കുറച്ചുണ്ടല്ലോ. അവന്മാർ നിന്നെയൊക്കെ ഈസി ആയിട്ട് തല്ലാന്നുള്ളതുകൊണ്ട് നിന്നെ തല്ല ഒരു 5 ഗ്യാങ് കൂടെ വരും. തല്ലുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവരുടെയും കയ്യിൽ തല്ല് മേടിച്ചത്. അപ്പോൾ പിന്നെ ഈസി ആയിട്ട് തല്ലാം. അതിനകത്ത് കളിക്കാൻ അറിയാവുന്നവന്മാരൊക്കെ VH പോയി. മനസ്സിലായോ? ബാക്കി തല്ലുള്ളികളാണ്, A ക്ലാസ് തല്ലുകളാണ് ഇപ്പോൾ ഉള്ളത്. അവന്മാരുടെ തല്ല് കൊടുക്കാൻ ഈസി ആയതുകൊണ്ട് അവരൊരു കുറച്ച് പേര് വന്ന് ഇതാക്കും. പിന്നെ ഇനി നിനക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നോടുള്ള വാശിക്ക് പുറത്ത് ദാമുവിനെ അച്ചാന്ന് വിളിച്ച് കോലീഡറും ആക്കിയിട്ട് അവന്മാരൊരു 10 പേരെ കയറ്റിയ അവിടുന്ന്. പക്ഷെ തല്ല് മേടിക്കുന്നതിന് കണക്ക് കുറവൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പം നിനക്ക് എൻ്റെ വാശിപ്പുറത്ത് ഈഗോ എന്ന് പറഞ്ഞ് നാളെ ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. ദാമുവിനെ അച്ചാന്ന് വിളിക്കുക, എന്നിട്ട് മോനെ നീ 10 പേരായിട്ട് വാ, നമുക്ക് എല്ലാം സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് തല്ലുകളെയും കൊണ്ട് ഒരു ഗ്യാങ് തുടങ്ങി കളിക്കുക. ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? നിനക്ക് അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ ഷെയ്ഖേ. സീരിയസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പോലും നീ ഒന്നുമല്ല. തീട്ടമാവർ നീ എടാ. ഞാൻ നിൻ്റെ അടുത്ത് നീ ഒന്നൊന്ന് ഇരുത്തി ആലോചിക്കണടാ കണ്ടി. ഞാൻ നിന്നോട് പറയാം. ആദ്യം ഈ ഗീവവേയും പറയെല്ലാം ചെയ്തിട്ട് മറ്റേ നീ ഇതിനകത്ത് വന്നതിന് ശേഷം നീ അതിനകത്ത് എൻ്റെ ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ അടിച്ച് മറ്റേ ഇതാക്കി. അതിൻ്റെ ഒന്നും ഉദ്ദേശം എനിക്ക് സ്നേഹം കോരി തരാനല്ലായിരുന്നു. നിൻ്റെ പരിപാടി കാണാൻ ആൾ വരണം. അത് ഓഡിയൻസ് ഉണ്ടായിരുന്നത് എനിക്കാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി കാണാൻ ആൾ വരണം. അപ്പോൾ ആൾ വരാൻ വേണ്ടിയിട്ട് നീ വിളിച്ച് അവിടെ വന്ന് ഓക്കെ. നീ എന്നിട്ട് നക്കി എല്ലാം ഇതാക്കിയിട്ട് നീ ഗ്യാങ് കയറി. ആ ഗ്യാങ്ങിൽ നീ കയറിയിട്ട് നീ നാട്ടുകാരുടെ പെണ്ണ് കേസും മറ്റേ അണ്ടി കേസും മറ്റേ എല്ലാം തപ്പി നീ ആൾക്കാരെ വിട്ട് കാണിക്കേണ്ട തന്തലാഴി എല്ലാം കാണിച്ച്
VC-ലിരുന്ന് കൊച്ചു പിള്ളേരുടെ കൂടെ മറ്റേ വേണ്ട പറയുന്നില്ല, മറ്റേ അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്യുക. കമ്മ്യൂണിറ്റിയിലെ പെൺപിള്ളേരെ ഓഫ് സ്ക്രീനിൽ ഇരുന്നിട്ട് ചീത്ത വിളിച്ചിട്ട് ഓൺ സ്ക്രീൻ വരുമ്പം അവളൊരു പെങ്കൊച്ചാടാ, അവളൊരു പെങ്കൊച്ച. നമ്മൾ അവരെ പറ്റി ഒന്നും പറയാൻ പാടില്ല. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം പെണ്ണുങ്ങളെ, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ പെണ്ണുങ്ങളെ റെസ്പെക്റ്റ് കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാണ്. നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ വീട്ടിലും പെണ്ണുങ്ങളുള്ളതല്ലേടാ, അത് നമ്മൾ അങ്ങനെ ചെയ്യണം. നിങ്ങൾ കാണുന്നവരും അങ്ങനെ തന്നെ എടുക്കാവൂ എന്ന് ഇതുപോലെ ഇങ്ങനെ BGM ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് ഓൺലൈനിൽ അഭിനയിക്കും. എന്നിട്ട് ഓഫ്ലൈൻ ആകുമ്പം ഇവളൊരു മറ്റേ മോളാ എന്ന് പറഞ്ഞിട്ട് അടുത്തത് വരും. മനസ്സിലായ? അവിടെ നിന്ന് തുടങ്ങി. നീ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നീ ആ കണ്ണി കണ്ട കണ്ണന്തിരിവ് മൊത്തം കാണിച്ച് ഒരു ഗ്യാങ് എവിടെയെങ്കിലും എത്തിക്കുന്ന പോയിട്ട് 7 അയലത്ത് ഞങ്ങളെ ഒന്ന് തൊടാൻ പോലും പറ്റാതെ അടിയും കൊണ്ട് നിന്നെയൊക്കെ വിശ്വസിച്ച് കൂടെ നിന്ന് എല്ലാവരെയും കൊണ്ട് കക്കൂസും കഴിപ്പിച്ച് ഒരു ഗ്യാങ്ങിലുള്ള മൊത്തം ഡ്രസ്സും കളഞ്ഞ് ഇതാക്കി ഇരുന്നിട്ട് അവിടുന്ന് ഒറ്റ ദിവസം കൊണ്ട് ഗ്യാങ്ങും അടിച്ചു പിരിഞ്ഞ് നേരെ 10 പിള്ളേരെ വലിച്ചുകൊണ്ട് ഇപ്പുറത്ത് വന്ന് അവിടെ വേറെ ഇതാക്കിയിട്ട് അവിടെയും പോയി. ഇതാണ് നിന്റെ ലെഗസി? ഇതാണ് നീ പറയുന്ന ലെഗസി? എടാ, ഒരു വട്ടമെങ്കിലും ഞങ്ങൾക്ക് മോളിൽ ജയിക്കാൻ പറ്റിയെന്ന് ഞാൻ നീ കുരയ്ക്കുന്നതെങ്കിൽ ഞാൻ പിന്നെയും കേട്ടോണ്ടിരുന്നേനെ. ഒരൊറ്റ വട്ടമെങ്കിലും ഒരു വാറെങ്കിലും ഞങ്ങൾക്കെതിരെ ജയിക്കാൻ പറ്റിയ ഒരുത്തനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ജയിച്ചിട്ടുള്ളതാണെങ്കിൽ നീ താളം പറയുന്നതിന് പിന്നെയും TV ഓഡിയൻസ് എങ്കിലും ഒരു റെസ്പെക്റ്റ് തന്നേനെ. നിന്നെ പോലത്തെ ഒരു കഴിവ് കെട്ടവൻ എൻ്റെ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യാന്ന് പറയുന്നത് എനിക്കിപ്പോൾ കേൾക്കുന്നു എന്നത് എന്തോ പോലെയാണ്. സത്യം പറഞ്ഞാൽ നിന്നെ പോലത്തെ കണ്ടിക്ക് തരുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റൻഷനായത്. മനസ്സിലായ? നീ ഇനി ഇവിടെ ഗ്യാങ് ആയാലും, നീ ഇനി മുതുക്കിൽ ഷേക്ക് കട ഇട്ടാലും, ഇനി എന്തിട്ടാലും നിന്നെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാൻ പറ്റില്ല. നിന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നെ അടിച്ചിട്ടിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തില്ലേ, ആ സമയത്തായിരിക്കും നിന്നെ സിറ്റി പോലും ഞാൻ കാണാൻ പോകണം. മനസ്സിലായേ? തീട്ടോയ നീ ആ ലെവലിൽ പോലും എത്തിയിട്ടില്ല. ബാക്കിയുള്ളവർ കുറേ വർഷമായിട്ട് ചെയ്യുന്നതല്ല, അല്ലാതെ നിന്നെപ്പോലെ ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടി നേരെ വന്ന് 5 ദിവസം കൊണ്ടിരുന്ന് മെഴുകുന്നതല്ല. എന്നിട്ട് എടാ, ഞാൻ വേറൊരു ആരോടെ നിങ്ങളടുത്ത് പറഞ്ഞു തരാം ഗൈസ്. പറഞ്ഞുതരാം. ഇയാൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താന്ന് പറയട്ടെ? ഒന്നാമത്തെ കാര്യം, ഇവന് ഉളുപ്പില്ല, ഇവനൊരു ഇതില്ല. ഇപ്പം എക്സാമ്പിൾ, നിങ്ങളൊരു നമ്മുടെ നാട്ടിൽ കൊലക്കുറ്റം ചെയ്യുന്നത് വലിയ ക്രൈമാണെന്ന് വിചാരിച്ചോ. ഞാൻ എക്സാമ്പിൾ പറയുവാണേ. കൊലക്കുറ്റം ചെയ്യുന്നത് ക്രൈമാണെന്ന് വിചാരിച്ചോ. പുള്ളിയുടെ ഒരു തൊലിക്കട്ടിയൊക്കെ വെച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, ഞാൻ ഒരുത്തിനെ കൊന്ന്. പക്ഷെ അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട, ആ സാഹചര്യത്തിൽ പറ്റിപ്പോയതാ, അതങ്ങനെ വിട്ടേരെ എന്ന്. ഗൈസ്, ഇവൻ ഓഫ്ലൈനിൽ ചെയ്തിട്ടുള്ള അപരാധങ്ങളൊക്കെ ഒരു 1 സെക്കൻഡിൽ നേരെ വന്ന് ലൈവിൽ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് പോകും. പിന്നെ ഇത് ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരുവാണെങ്കിലുണ്ടല്ലോ, അവൻ പറയാൻ പോണ റീസൺ എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഓൾറെഡി ലൈവിൽ പറഞ്ഞു, ഇത് ഓഡിയൻസിനൊക്കെ അറിയാം, ഇതെന്ത് എക്സ്പോസിങ്. നിങ്ങൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും. ഞാൻ പറയാം, ലെക്സി ഗെയിമിങ്ങിനെ ചീത്ത വിളിച്ചത് എന്ത് സിമ്പിളായിട്ടാണ് വന്ന് ഇതാക്കിയേ. ഇവൻ രായ്ക്ക് രാമാനം മറ്റേ ഒരു ഇഷ്യൂം ചെയ്തില്ലെന്ന് പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരുന്ന മാരിയെ ഇവൻ എന്ത് കൺവിൻസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ അവൻ മാരിയെ തള്ളക്കി വിളിക്കുമായിരുന്നു. ഇവൻ എന്ത് ഇമ്പ്രസീവായിട്ടാണ് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് പറഞ്ഞത്. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇപ്പം വന്നിരുന്ന് മാരിയ അതാണ് ഇതാണെന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ കള്ളനെയൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞുണ്ടല്ലോ ഗൈസ്. ഞാൻ അതിൽ കൂടുതൽ വേറെ ഒന്നും പറയില്ല. ഇത് ഇപ്പോഴും ഞാൻ പറയുക, RX100 കണ്ടികളെ നിങ്ങളോടല്ല പറയണേ. ഞങ്ങൾ TVയുടെ ഓഡിയൻസിൻ്റെ അടുത്താണ് പറയണത്. നിനക്ക് കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി, അല്ലെങ്കിൽ ഇതാക്കിയത്. ബ്രോ, ഹീസ് എ ബിസിനസ് മാൻ, നോട്ട് ലൈക്ക് യുവർ റൂംബിയ ഗ്യാങ്. ഓക്കെ, ബ്രോ കോമഡി ഒന്നും പറയല്ല ബ്രോ, ചിരി വരുന്നത് സത്യമായിട്ടും. ബ്രോ ഞാൻ ബിസിനസ് മാൻ ഒന്നും അല്ല, എന്നാലും എൻ്റെ സ്വന്തം ഗ്യാങ് ഹൗസ് എൻ്റെ സ്വന്തം പൈസയ്ക്ക് ആവണത്. നാട്ടുകാരെ ഒന്നും പിരിവിടേണ്ട ഗതികേട് വന്നിട്ടില്ല. ബിസിനസ് മാൻ്റെ ഇല്ലായിരുന്നു ഒരു ഗ്യാങ് ഹൗസ് പണിയാനുള്ള ക്യാഷ്? എന്തില്ലായിരുന്നോ? ബിസിനസ് മാൻ എന്താണ് മറ്റേ ബൂട്ട് ക്യാമ്പ് തുടങ്ങാൻ പറ്റാഞ്ഞത്? ബിസിനസ് മാൻ എടാ, എനിക്ക് എപ്പാർട്ട് ഫ്രം സ്ട്രീമിങ് എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. നിന്നെ പോലല്ല ഞാൻ മറ്റേ വല്ലവർക്കും വേണ്ടി കുരച്ച് നടന്ന എൻ്റെ സമയം കളഞ്ഞിട്ടില്ല. എൻ്റെ സമയത്ത് ഉണ്ടാക്കിയിടാൻ പറ്റുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നൊരു കണ്ടി പറയാനായിട്ട് ഗൈസ്, എനിക്ക് മറ്റേ എൻ്റെ
ഇന്ത്യയിലെ ബെസ്റ്റ് PC എൻ്റെയാണ്, എന്നിട്ട് അത് ക്രാഷായി പോയെന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് ലൈവ് ഓഫായി വിട്ടെന്ന്. എടാ തീട്ടക്കണ്ടി, നിൻ്റെയൊക്കെ 5 പേരുടെ PC കൂട്ടി വെച്ചാൽ പോലും എൻ്റെ സ്പെക്കിൻ്റെ അത്രയും വരില്ല. മനസ്സിലായ? അത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ല, നിൻ്റെ പോലെ നക്കി ഉണ്ടാക്കിയതല്ല. മനസ്സിലായ? ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിച്ചതാ. അതിനെയൊക്കെ നീ ഇരുന്ന് കളിയാക്കാൻ നിനക്കൊന്നും ഒരു യോഗ്യത പോലും ഇല്ല, ഒരു യോഗ്യത പോലും. അവൻ PC-യുടെ ഇത് കാര്യം പറയാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിച്ചു, ഇതെൻ്റെ ബാക്കപ്പ് PC-യാണ്. ഇത് അവരുടെ MS-30 വോൾഫിയിലെ PC ചെയ്തിരിക്കുന്നത്. ഇതെനിക്ക് തൽക്കാലത്തേക്കിന് വീട്ടിൽ വെക്കാൻ തന്നത്. എൻ്റെ PC അവിടെ ആ കടയിലിരിക്കുക, ഞാൻ ഇപ്പോഴും വന്നിട്ടില്ല. അവ ഇരുന്ന് നക്കി ഇരുന്ന് പറയണവൻ. അച്ചീവ്മെന്റ്സ് പറയുമ്പോൾ അവനൊക്കെ മറ്റേ ഭയങ്കര പ്രശ്നമാണ്. എന്നിടക്കൊക്കെ എന്ത് അച്ചീവ്മെൻ്റാണ് ഉള്ളത്? എക്സലൻസിലെ എല്ലാ സിറ്റിയിലെയും എല്ലാ ഗാങ്സിൻ്റെയും കക്കൂസ് കഴിവതിൻ്റെ അച്ചീവ്മെൻറ്റ് 1 അതുണ്ടാവും. ഏറ്റവും കൂടുതൽ ഹോസ്റ്റേജ് ആയതിൻ്റെ അച്ചീവ്മെൻറ്റ് 2 അതുണ്ടാവും. ഏറ്റവും കൂടുതൽ ഗ്യാങ്ങിൻ്റെ ഇത് ഞങ്ങൾ തല്ലുകൊണ്ടതിൻ്റെ ഇത് ഉണ്ടാവും. ഇങ്ങനെ കുറച്ചല്ലാതെ നിനക്കൊന്നുമില്ല, പുറത്തു പോയാലും അകത്താണേലും. മനസ്സിലായ? അപ്പോൾ നീ എൻ്റെ അടുത്ത് ലെഗസി പഠിപ്പിക്കാൻ എൻ്റെ അടുത്ത് വരരുത് ഈ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട്. ഈ ഭാഷയിൽ ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഏറ്റവും പീക്ക് മാന്യതയായത്. സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തത്, അതെ അതൊക്കെയാണ്. പിന്നെ എന്താ കൺസൈൻമെൻറ്റ് തോറ്റത്. എടാ ഇതൊക്കെയാണ് നീയൊക്കെ ഒരു ഗ്യാങ്ങായിട്ട് ഉണ്ടാക്കിയ ലെഗസി എന്ന് പറയണത്, നീയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അച്ചീവ് ചെയ്ത എൻ്റെ PC-യെ പറ്റിയും ഇതിനെ പറ്റിയും പറയാൻ നിനക്കൊന്നും ഒരു യോഗ്യതയില്ല, ഒരു യോഗ്യതയും. അവൻ്റെയൊക്കെ വർത്താനം പറഞ്ഞ് നീയൊക്കെ അങ്ങ് കയറി അങ്ങ് എന്തോ വലിയ കൊമ്പത്തെത്തിയതുപോലെ. എടാ ആർപ്പ് ചെയ്ത കൂടിപ്പോയ നിനക്ക് ഇന്ന് അവിടെ വന്നതിൽ പകുതി പേര് ഇവിടെ TV-യുടെ ഓഡിയൻസ് എന്താണ് നിന്റെ വായിന്ന് വീഴുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന കുറച്ച് പേരാ. അതൊന്നും കണ്ട് നീ നെകളിക്കല്ലേ.